മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വളരെ മികച്ച ഒരു തുടക്കമാണ് 2013 നമുക്ക് തന്നത്. നിഫ്റ്റി 6000 കടന്നു. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നിഫ്റ്റി വീണ്ടും 6000 കടന്നു. ഒരുപക്ഷെ ഈ പോക്കിൽ തന്നെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ തന്നെ നിഫ്റ്റിയുടെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന നിരക്കായ അത് ജനുവരി 7, 2008 സ്ഥാപിച്ച 6357 ആ നിലവാരം ഒരുപക്ഷെ ഇക്കുറി തന്നെ ഭേദിച്ചേക്കാം. വിപണിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഹെഡ്ജ് ഇക്വിറ്റീസ് സിഇഒ എൻ ഭുവനേന്ദ്രൻ ചേരുന്നു. ഭുവനേന്ദ്രൻ, ആഹ്ലാദം മുഖത്ത് തന്നെയുണ്ട്. തീർച്ചയായും വിപണിയിലും എല്ലാം നിക്ഷേപകരുടെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ പ്രത്യേകിച്ചും റീറ്റെയിലേഴ്സിന്റെ വന്നു തുടങ്ങിയതായിട്ട് കാണുന്നു. ബ്രോക്കിംഗ് വോളിയവും വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ടാവും. പ്രധാനമായിട്ടും നമുക്ക് ഇനി വേണ്ടത് ഒരു ചെറിയ രീതിയിലാണെങ്കിലും ഒരു കറക്ഷൻ അല്ലേ. 6000 എത്തി. ഇനിയും എല്ലാ ദിവസവും സ്റ്റോക്ക് മാർക്കറ്റ് ഉയരും എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ശരിയല്ല. സാങ്കേതിക തിരുത്തലുകൾ വന്ന് ക്രമേണ വേണം ഉയർന്നു പോകാൻ. ഇല്ലെങ്കിൽ ആളുകൾക്ക് ഓഹരികൾ വാങ്ങാനുള്ള അവസരം നിഷേധിക്കലുണ്ടാവും. അതുകൊണ്ട് തീർച്ചയായും ഇനി വേണ്ടത് ഒരു കറക്ഷൻ അല്ലേ. തീർച്ചയായിട്ടും ഓവറോൾ മാർക്കറ്റ് ഒരു പോസിറ്റീവ് സോണിലാണ്, അതല്ലെങ്കിൽ ഒരു ബുള്ളിഷ് സോണിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 വർഷത്തിന് ശേഷം മാർക്കറ്റ് 6000 മുകളിൽ വന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ പ്രത്യേകിച്ച് 2013 ആദ്യ വാരം തന്നെ മാർക്കറ്റ് പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്തു എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നിക്ഷേപകർക്കും അതുപോലെ എല്ലാവർക്കും ആഹ്ലാദം പകരുന്ന കാര്യം തന്നെയാണ്. മാർക്കറ്റിൽ ചെറിയൊരു കറക്ഷനുള്ള പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് കുറച്ചുകൂടെ മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 6090 to 6150 ഒരു മേജർ റെസിസ്റ്റൻസ് സോണാണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഈ ഒരു മൂവ്മെന്റിൽ സാധ്യത കുറവാണ്. ദെൻ മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുക. ഇപ്പോഴത്തെ രീതിയിൽ ഇൻവെസ്റ്റേഴ്സിന് പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. നോർമലി ഈ ഒരു ലെവലിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ സ്വാഭാവികമാണ്. പക്ഷേ അതിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ രീതിയിൽ 40 to 50% എക്സ്പോഷർ എടുക്കുന്നതായിരിക്കും അഡ്വൈസബിൾ. ദെൻ മാർക്കറ്റ് ഒരു മേജർ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ടെക്നിക്കൽ നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ 5800 and 5880, 870 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ സോണാണ്. 870 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 5800, 750 എന്ന് നമ്മളൊരു 1 month ബാക്ക് പറഞ്ഞൊരു മേജർ ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് വരാനാണ് സാധ്യത. ആ ഒരു ലെവൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് ലെവൽ 40% ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. കാരണം ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 5870 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട് സോൺ. ദെൻ 5750 to 800 എന്ന് പറയുന്ന ഒരു ഫൈനൽ ഒരു മേജർ സപ്പോർട്ട് സോൺ തന്നെയാണ്. അപ്പോൾ ഈ 2-3 സ്റ്റേജ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അഡ്വൈസബിൾ. ഇപ്പോഴത്തെ രീതിയിൽ ഒരു 100% എക്സ്പോഷർ ഇപ്പോഴത്തെ രീതിയിൽ എടുക്കുന്ന അത്രത്തോളം അഡ്വൈസബിൾ ആയിരിക്കില്ല. അതൊരു സ്റ്റേജ് ബൈ സ്റ്റേജ്. കാരണം മാർക്കറ്റിൽ എപ്പോഴും നമ്മൾ റിസ്ക് മുന്നിൽ കാണണം. കാരണം വളരെ ഷാർപ്പായുള്ള ഒരു റിക്കവറി സംഭവിച്ചു മാർക്കറ്റിൽ. ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ വളരെ നല്ല പ്രോഫിറ്റിലാണ്. കാരണം ഇപ്പോൾ മീഡിയ നമ്മളെല്ലാം വളരെയധികം ഇതിനെ പോസിറ്റീവായിട്ടും വളരെയധികം ഹൈലൈറ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ പെട്ടെന്ന് വന്ന് ഓപ്പർച്യൂണിറ്റി മിസ്സായി എന്നോർത്ത് ബൈയിങ് നടത്താം എന്ന് പറയുന്ന ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ കറക്ഷനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ രീതിയിൽ ഒരു 40% ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അഡ്വൈസബിൾ. വെള്ളിയാഴ്ച മാർക്കറ്റ് തീരുന്നതിന് തൊട്ട് മുൻപ് വന്ന ആ ഒരു വലിയൊരു പ്രഖ്യാപനം വന്നു. നമുക്കറിയാം ഇന്ത്യയുടെ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖല നിയന്ത്രിക്കുന്ന ഡയറക്ടർ ജനറൽ ഓഫ് ഹൈഡ്രോ കാർബൺസ് ഇത്രയും നാൾ ഫയലുകൾക്ക് മേൽ അടയിരിക്കുകയായിരുന്നു. അങ്ങനെ തന്നെ പറയണം. വീരപ്പ മൊയ്ലി ഇപ്പോൾ പെട്രോളിയം മന്ത്രി ആയതിനു ശേഷം വളരെ ധീരമായൊരു ഡിസിഷൻ എടുത്തിരിക്കുന്നു. കെയ്ൻ ഇന്ത്യ, ഒപ്പം തന്നെ ONGC, റിലയൻസ് ഇവയ്ക്കെല്ലാം കൂടുതൽ മേഖലകളിൽ അവരുടെ തന്നെ കൂടുതൽ ഫീൽഡുകളിൽ ഖനനം ചെയ്യാനുള്ള അനുമതി നൽകിയിരിക്കുന്നു. ഈ അനുമതിയെ തുടർന്ന് കെയ്ൻ ഇന്ത്യ, ONGC അതുപോലെ തന്നെ റിലയൻസിൽ കാര്യമായ മുന്നേറ്റം കണ്ടില്ല. ഒരുപക്ഷെ ഈ ശനിയും ഞായറും അവധി ആയതുകൊണ്ടായിരിക്കും. ഒരു മുന്നേറ്റം മറ്റ് 2 ഓഹരികളിലും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഓഹരികൾ അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു തീരുമാനമാണ്. ഒപ്പം രണ്ടാമത്തെ ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, സ്വർണത്തിന്റെ ഇറക്കുമതി അത് കൂടുതൽ വലിയ തീരുവ ചുമത്തി ആ ഇറക്കുമതി കുറച്ച് കറണ്ട് അക്കൗണ്ട് കമ്മി അത് കുറയ്ക്കാനുള്ള ശ്രമം ചിദംബരം ഒരു വശത്ത് നടത്തുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ പുതിയ ബാങ്കിംഗ് ലൈസൻസുകൾ L&T ഫിനാൻസ് അല്ലെങ്കിൽ IFCI തുടങ്ങിയ ഓഹരികൾ വെള്ളിയാഴ്ച ദിവസം മുന്നേറുന്നത് നമ്മൾ കണ്ടു. ബാങ്കിംഗ് ലൈസൻസ് ലഭിച്ചേക്കും എന്നുള്ള പ്രതീക്ഷയിൽ RBIയുടെ പോളിസി വരാനിരിക്കുന്നു. ഇതെല്ലാം കാണിക്കുന്നത് വളരെ ഒരു മാല കൊരുക്കുന്നത് പോലെ നല്ല കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് അത് തന്നെ ഉണ്ടായേക്കാം എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഓരോ കറക്ഷനും നേരത്തെ ഭുവനേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഓരോ കറക്ഷനും അവസരമാക്കുന്നത് തന്നെയല്ലേ ബുദ്ധി? തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും നല്ലതെന്നാണ് എനിക്ക്. കാരണം റിഫോംസുമായിട്ട് ഗവൺമെന്റ് സ്റ്റേണായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. ഇപ്പോൾ രാജസ്ഥാനിലെ ഇപ്പോൾ ഗെയിനിനെ സംബന്ധിച്ച് നമ്മൾ എടുക്കുമ്പോൾ അവരുടെ എക്സ്പ്ലോറേഷന് കൂടുതൽ ലാസ്റ്റ് ഇയർ ഗൈഡൻസ് മോശമായ സ്റ്റോക്കിൽ വലിയൊരു കറക്ഷൻ നേരിട്ടിരുന്നു. അപ്പോൾ അവർക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള അനുമതി കൊടുക്കുന്നു. അത് റിലയൻസിനും ONGCയെ സംബന്ധിച്ചൊക്കെ തന്നെ
വളരെ പോസിറ്റീവായിട്ട് ആണ്. അതുപോലെ ഗവൺമെൻറ് വളരെ പോസിറ്റീവായിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ വരുന്നു എന്നുള്ളത്, അതുപോലെ RBIയിൽ പുതിയ ഗൈഡ് ലൈൻസ് വരുന്നു, NBFCകൾ പുതിയ ഗൈഡ് ലൈൻസ് വരുന്നു, RBI ലൈസൻസ് വരുന്നു എന്നുള്ളതൊക്കെ റിഫോംസുമായിട്ട് ഗവൺമെൻറ് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ സൂചനകളാണ്. ഇതൊക്കെ തന്നെ സനൽ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് ഇതൊക്കെ വളരെയധികം ഫേവറബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് വീണ്ടും മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. പക്ഷേ നമ്മളൊരു കോഷ്യസ് അപ്രോച്ച്, കറക്ഷൻസ് സംഭവിക്കും, പക്ഷേ ഓരോ കറക്ഷനും ഇൻവെസ്റ്റ്മെന്റിനുള്ള അവസരമായിട്ട് തന്നെ കാണുന്നത് തന്നെയായിരിക്കും നല്ലത്. യാദൃശ്ചികമായിരിക്കാം, പക്ഷേ സുധാ നായർ എന്ന് പറയുന്ന പ്രേക്ഷക ചോദിച്ചിട്ടുമുണ്ട് ഇതേ കാര്യം. 2013 ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്ന്. ഒപ്പം തന്നെ പെട്രോനെറ്റ് LNG പോലെയുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ കൊച്ചിയിലും വരികയാണ് ആ കമ്പനിയെ സംബന്ധിച്ച്. ഇത്തരം ഓഹരികളുടെ കാര്യം, കെയ്ൻ, ONGC, റിലയൻസ് ആൻഡ് പെട്രോനെറ്റ് LNG, ഈ സ്റ്റോക്കുകളായിരിക്കും അടുത്ത്. ഇപ്പോൾ കെയ്ൻ വളരെ ഒരു രാജസ്ഥാനിൽ അവരുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള അപ്രൂവൽ കിട്ടി. അത് കെയ്ൻ ഫ്രൈഡേ ഇപ്പോൾ സനൽ നേരത്തെ പറഞ്ഞു വളരെയധികം ഹയർ ലെവലിലേക്ക് വന്നു. കെയ്ൻ തീർച്ചയായിട്ടും വളരെ നല്ല ഒരു സ്റ്റോക്ക് തന്നെയാണ്. 2013 ഇൻവെസ്റ്റ്മെൻറ്റിന് ഓയിൽ ആൻഡ് ഗ്യാസിൽ ഏറ്റവും നല്ലൊരു സ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ഈ സ്റ്റോക്ക് ഇപ്പോഴത്തെ 6000 മുകളിൽ നിഫ്റ്റി നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരു ഇമ്മീഡിയറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. ഒരു 40%, 40 to 50% ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇപ്പോഴത്തെ രീതിയിൽ അഡ്വൈസബിൾ ആയിട്ടുള്ളത്. 306 ആൻഡ് 270 ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ അധികം ചാൻസസ് കുറവാണ് വരാനായിട്ട്. മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ 306 ലെവലിലേക്ക് വരാം. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 400 and 450 രണ്ട് റെസിസ്റ്റൻസ് ആണ് കെയ്നെ സംബന്ധിച്ച്. ദെൻ പെട്രോനെറ്റ് LNG ആണ്. ഈ കൊച്ചിൻ മാംഗ്ലൂർ പൈപ്പ് ലൈൻ അതിൻ്റെ കംപ്ലീഷൻ മാർച്ചോടുകൂടി വരാൻ പോകുന്നു. അത് പെട്രോനെറ്റിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ അതിൻ്റെ ലാർജസ്റ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി തന്നെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സ്റ്റോക്കിലും അഡ്വൈസബിൾ ആണ്. ഡൗൺ സൈഡ് റിസ്ക് സ്റ്റോക്കിൽ വളരെയധികം കുറവാണ്. 147 and 130 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 185 and 200 ആണ് രണ്ട് റെസിസ്റ്റൻസ്. ദെൻ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ഈ ഒരു റാലിയിൽ പോലും അത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ഇനിയും വളരെയധികം അപ്സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള സ്ട്രെങ്ത് റിലയൻസിനെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് CAG ഓഡിറ്റിങ്ങിന് ഇവർ അപ്രൂവ് ചെയ്തു. അതുകൊണ്ട് KG ബേസിൽ അതിന് ശേഷം ഓഡിറ്റിങ്ങിന് ശേഷം KG ബേസിൽ കൂടുതൽ പ്രൊഡക്ഷനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ വിലയിരുത്തുമ്പോൾ റിലയൻസ് തീർച്ചയായിട്ടും ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു കറക്ഷൻ 800 ഫസ്റ്റ് സപ്പോർട്ട് ലെവലാണ്. ദെൻ 760. മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ വരികയാണെങ്കിൽ മാത്രമേ 760 ലെവലിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റിൽ ചെറിയ കറക്ഷൻ സംഭവിക്കുമ്പോൾ 800 ലെവൽ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവൽ തന്നെയാണ്. 960 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ റിലയൻസ് ഒരു സേഫ് ആയിട്ടുള്ള ഒരു ബെറ്റ് തന്നെയാണ്. ദെൻ ഗെയിലാണ്. ഗെയിൽ 345 and 307 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 395, 449 രണ്ട് റെസിസ്റ്റൻസ് ആണ്. ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ തീർച്ചയായിട്ടും കെയ്ൻ, പെട്രോനെറ്റ് LNG, റിലയൻസ്, ഗെയിൽ ഈ സ്റ്റോക്ക് ആയിരിക്കും 2013 ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളതും. അതുപോലെ തന്നെ ഒരിക്കലും ഇപ്പോഴത്തെ ഈ കറണ്ട് ലെവലിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുമ്പോൾ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും അഡ്വൈസബിൾ. ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ പറഞ്ഞ 4 കമ്പനികളും ഈ മേഖലയിൽ ഒരു വിന്നേഴ്സാണ്. വളരെ ഇത്രയും കാലത്തിനിടയിലും വളരെ പെർഫോം ചെയ്ത കമ്പനികളുമാണ്. അതിൻ്റെ മാനേജ്മെൻറ്റ് മികച്ചതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴേക്കും സ്വകാര്യ മേഖലയിലുള്ള റിലയൻസും ഒപ്പം തന്നെ സ്റ്റെർലൈറ്റ് ഇൻഡസ്ട്രീസ് ആണ് ഇപ്പോൾ കെയ്ൻ അത് വാങ്ങിയിരിക്കുന്നത്, അനിൽ അഗർവാൾ. അപ്പോൾ ആ 2 കമ്പനികളും ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഗെയിലും പെട്രോനെറ്റ് LNGയും ഇതും വളരെ മികച്ച പ്രവർത്തന ഫലങ്ങളും വലിയ രീതിയിലുള്ള റീഗ്യാസിഫിക്കേഷൻ തുടങ്ങിയ മേഖലകളിലെല്ലാം വലിയ രീതിയിലുള്ള പുരോഗമനം, പുതിയ ടെക്നോളജി എല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം വലിയ രീതിയിൽ മുന്നേറ്റം കുറിക്കുമെന്ന് 2013 കുറിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് വാച്ച് തുടരും. മാർക്കറ്റ് വാച്ച് തുടരുന്നു. അജിത്തിന്റെ സംശയം പരിശോധിക്കാം. അജിത്ത്, ഐഡിയ ഏറെ ബുള്ളിഷായി നിൽക്കുന്ന ഓഹരിയാണ്. ഏകദേശം 110 ലെവലിൽ നിൽക്കുന്നു. വൊക്കാർഡ് വെള്ളിയാഴ്ച വലിയ മുന്നേറ്റം കുറിച്ചു. ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ് അത് ബാങ്കിംഗ് ലൈസൻസ് ലഭിച്ചേക്കുമെന്നുള്ള പ്രതീക്ഷയിൽ വലിയ മൂവ്മെന്റ് പല രീതിയിലും നടക്കുന്നുണ്ട്. ഒടുവിൽ ഡെൻ നെറ്റ്വർക്ക് കഴിഞ്ഞ മാർക്കറ്റ് ഫോളിന്റെ സമയത്ത് ഏകദേശം 40 രൂപ 50 രൂപ റേഞ്ചിൽ കിടന്ന ഓഹരിയാണ്. ഇപ്പോൾ വലിയ മുന്നേറ്റം കുറിച്ചു കഴിഞ്ഞു. ഈ സ്റ്റോക്ക് എനിക്കൊരു മോഡൽ പോർട്ട്ഫോളിയോ ആയിട്ട് 2013 പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. ഇതെല്ലാം ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഐഡിയ തന്നെ, പക്ഷേ ഐഡിയ ഇപ്പോഴത്തെ വാല്യൂഷൻ കുറച്ചൊരു ഹയർ ലെവലിലാണ്. അതുകൊണ്ട് ഒരു കോഷ്യസ് അപ്രോച്ച് ആ സ്റ്റോക്കിൽ ആവശ്യമാണ്. അടുത്ത കറക്ഷൻ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആയിരിക്കും. 106, 101 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ ഒരു ലെവൽ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. ഇപ്പോഴത്തെ കറണ്ട് ലെവലിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല. 115 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ വോക്കാർഡ് ആണ്. വോക്കാർഡ് ഒരു
ലാർജസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ബയോടെക്നോളജി കമ്പനിയാണ്. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഈ സ്റ്റോക്കിൽ നമ്മൾ കണ്ടു. ഒരു സേഫ് എൻട്രി എന്ന് പറയുന്നത് 1546 ലെവലാണ്. ദെൻ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1460, ഒരു മേജർ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു ലെവൽ വരാം. അതൊരു സേഫ് എൻട്രി ലെവൽ തന്നെയായിരിക്കും. 1726 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ആ ഒരു ലെവൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ദെൻ ശ്രീറാം ട്രാൻസ്പോർട്ടാണ്. കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഫൈനാൻസിങ്ങിലൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ബാങ്കിങ് ലൈസൻസിനുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് എന്നുള്ളത് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചൊരു പോസിറ്റീവാണ്. 690 ഫസ്റ്റ് സപ്പോർട്ട് ലെവലാണ്. 661 ഈ ലെവൽ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കുക. കറണ്ട് വാല്യുവേഷൻ കുറച്ചൊരു ഹയർ ലെവലിലാണ്. അതുകൊണ്ട് ഒരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അതിനുശേഷം ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. 820 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ നെറ്റ്വർക്കാണ്. ലാർജസ്റ്റ് ഒരു ടെലിവിഷൻ നെറ്റ്വർക്ക് തന്നെയാണ്, ഒരു മേജർ നാഷണൽ പ്ലെയർ തന്നെയാണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. 185 ആൻഡ് 172 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 224 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ സ്റ്റോക്കുകൾ ഐഡിയ, അദ്ദേഹത്തിന്റെ പെട്രോനെറ്റ് LNG ഓൾറെഡി നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. വോക്കാർഡ്, ഡെൻ നെറ്റ്വർക്ക്, ദെൻ ശ്രീറാം ട്രാൻസ്പോർട്ട് ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. മറ്റ് ഇൻവെസ്റ്റേഴ്സിനും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും ഈ സ്റ്റോക്ക് ഈ ഒരു ലെവൽ വരുമ്പോൾ തീർച്ചയായിട്ടും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ഡെന്നിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഒരു കേബിൾ മേഖലയിൽ പ്രവർത്തിക്കുന്ന മീഡിയ സ്റ്റോക്സിന് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് നോക്കിയാൽ ഓക്കെ. പക്ഷേ ഇതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അത് എനിക്ക് തോന്നുന്നു ഹാത്വേ കേബിൾ ആണെന്ന് തോന്നുന്നു. ഹാത്വേ കേബിൾ ഏകദേശം 288 രൂപയിൽ നിൽക്കുന്നു. ഈ ഡെന്നും ഹാത്വേയും തമ്മിൽ നോക്കുമ്പോൾ വാല്യുവേഷൻ ഈക്വലായിട്ട് നിൽക്കുകയാണോ? ഡെന്നിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ വാല്യുവേഷൻ കുറച്ചൊരു ഹയർ ലെവലിലാണ്. അതുകൊണ്ട് അതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു ലെവൽ വരുമ്പോൾ വാല്യുവേഷൻ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു ഷാർപ്പായിട്ടുള്ള റിക്കവറി സ്റ്റോക്കിൽ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ 170 to 160, 172 ലെവലായിരിക്കും ഒരു സേഫ് ആയിട്ടുള്ള എൻട്രി എന്ന് പറയുന്നത്. ആ ഒരു ലെവൽ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെന്റ് എടുത്ത്, കാരണം വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി ഉണ്ടായി. ഒരു ചെറിയൊരു ഹാത്വേയിൽ നിക്ഷേപം പരിഗണിക്കാമോ? ഹാത്വേയിൽ തീർച്ചയായിട്ടും അതും സേഫ് ആയിട്ടുള്ള, ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. അതിനകത്ത് ഒരു ഷാർപ്പ് റൈഡ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ഈ ഡെൻ ഇപ്പോഴത്തെ നിലയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ 60 to 72 ലെവൽ വരുമ്പോൾ അഡ്വൈസബിൾ ആണ്. കഴിഞ്ഞ ആഴ്ചയുണ്ടായ മറ്റൊരു സുപ്രധാനമായ തീരുമാനമായിരുന്നു റാവു കമ്മിറ്റിയുടെ NBFCകൾ സംബന്ധിച്ചുള്ള തീരുമാനം. അതനുസരിച്ച് റിസർവ് ബാങ്കിന് റാവു കമ്മിറ്റി നൽകിയ ശുപാർശ പ്രകാരം NBFCകൾക്ക് ഇനി മുതൽ ലോൺ ടു വാല്യൂ ഇനി മുതൽ ഇതുവരെ 60% ആയിരുന്നത് ഇനി 75% വരെ, സ്വർണ്ണപ്പണയത്തിന് 75% വരെ പണം ഇനി വാങ്ങുന്ന ആളിന് കൊടുക്കാൻ കഴിയും. ആ തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അത് നോക്കുമ്പോൾ നല്ല മികച്ച NBFCകൾ കേരളത്തിൽ നിന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലിസ്റ്റ് ചെയ്യാൻ പല കമ്പനികളും വരികയും ചെയ്യുന്നു. ഇപ്പോൾ പ്രധാനമായിട്ടും ഉള്ളത് മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിന്റെ മുത്തൂറ്റ് ക്യാപിറ്റൽ സർവീസസ്. അതിനേക്കാളും വലിയ ഒരു കമ്പനിയായി നിൽക്കുന്നത് മുത്തൂറ്റ് എം ജോർജ് ഗ്രൂപ്പിന്റെ മുത്തൂറ്റ് ഫിനാൻസ്. ഒപ്പം തന്നെ വലിയൊരു കമ്പനിയായി മാറിയിരിക്കുന്ന മണപ്പുറം. ഈ ഓഹരികളുടെ എല്ലാം വിലകളിൽ കഴിഞ്ഞ വ്യാഴം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വലിയ കുതിപ്പ് കണ്ടു. കേരളത്തിൽ നിന്നുള്ള ധാരാളം പേർ ഇതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഈ 3 ഓഹരികളിലും. ഇനി അങ്ങോട്ട് ഇതിന്റെ ഒരു ചലനങ്ങൾ എങ്ങനെയായിരിക്കും? സൈക്കോളജിക്കൽ ചേഞ്ച് ഇതിനകത്ത് വന്നിട്ടുണ്ട്. കാരണം ഈ NBFCയെ സംബന്ധിച്ച്, എസ്പെഷ്യലി ഗോൾഡ് ലോൺ NBFCയെ സംബന്ധിച്ച് ഒരു അൺടച്ചബിൾസ് എന്നുള്ളൊരു രീതിയിലായിരുന്നു RBI അതിനെ കണ്ടിരുന്നത്. പല റൂൾസും പല റെഗുലേഷൻസും. പിന്നെ അതിനൊരു വലിയ മാറ്റം സംഭവിച്ചു. ഈ ഗോൾഡിനെ പുറത്തു കൊണ്ടുവന്നത്, പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നത് ഒരു അസറ്റ് ക്ലാസ് ആയി മാറ്റി. അതുപോലെ ഇതിനൊരു ലോൺ ബുക്ക് ക്രിയേറ്റ് ചെയ്തു. അതിന് വലിയൊരു സ്ഥാനം വഹിക്കാൻ ഈ NBFCകൾക്ക് കഴിഞ്ഞു എന്നുള്ളൊരു കമന്റ് വന്നത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതിനകത്ത് വലിയൊരു ചേഞ്ച് ആ സെക്ടറിൽ വന്നത്. NBFCകൾക്ക് കൂടുതൽ NBFCകൾ ഈ സെക്ടറിലേക്ക് വരാനും കൂടുതൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലിസ്റ്റിങ്ങിന് വരാനൊക്കെ ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ലോൺ ടു വാല്യൂ 60 നിന്ന് 75 കൊണ്ടുവരിക എന്ന് പറയുന്നത് പഴയ രീതിയിൽ ഈ NBFCകൾക്ക് പ്രവർത്തിക്കാം എന്നുള്ളതും, കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ വരാനുള്ള സാധ്യത കുറവും. ആ നിയന്ത്രണങ്ങൾ വന്നതായിരുന്നു ഈ സ്റ്റോക്ക് വളരെ ഷാർപ്പായിട്ട്. നമ്മൾക്കറിയാം മണപ്പുറം ഒരു അവസരത്തിൽ 70 നിന്നും 18 ലെവൽ വരെ പോയി. മുത്തൂറ്റ് നമുക്കറിയാം 120, 118 ലെവൽ വരെ പോയി. അപ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ ഈ സ്റ്റോക്കിൽ സംഭവിച്ചിരുന്നു. ഈ ഒരു RBIയുടെ ഈ ഒരു ന്യൂസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. എന്നാലും ആ ഒരു മാറ്റം വലിയ മാറ്റം തന്നെയാണ്. ഈ കമ്പനികളെ സംബന്ധിച്ച് വലിയൊരു ഫ്യൂച്ചറുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോഴത്തെ വാല്യുവേഷൻ, ഇപ്പോൾ മണപ്പുറം എടുത്താലും 42 എന്ന് പറയുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് ലെവലിൽ നിൽക്കുകയാണ്.
അപ്പോൾ ഒരു സേഫ് എൻട്രി എനിക്ക് തോന്നുന്നു ഒരു 36-37 ലെവലിലേക്ക് അടുത്തൊരു കറക്റ്റ് ചെയ്ത് വരുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അഡ്വൈസബിൾ എന്ന് തോന്നുന്നു. ഈ ഒരു കണ്ടിന്യൂസ് റാലിക്കുള്ള സാധ്യത വളരെയധികം കുറവാണ്. പക്ഷേ ഈ ഒരു സെക്ടർ വളരെ പോസിറ്റീവാണ്. കാരണം വലിയൊരു ഫ്യൂച്ചറുള്ളൊരു ബിസിനസ് മോഡൽ തന്നെയാണ് ഈ ഗോൾഡ് ലോൺ എന്ന് പറയുന്നതും NBFC എന്ന് പറയുന്ന ഒരു വലിയൊരു നല്ല ബിസിനസ് മോഡൽ തന്നെയാണ്. റിസ്ക് കുറവും നല്ല ബിസിനസ് മോഡൽ. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള മുത്തൂറ്റ് എടുത്താലും മണപ്പുറം എടുത്താലും മാനേജ്മെന്റ് വളരെ ക്ലാരിറ്റി ഉള്ളതും വളരെ നല്ല മാനേജ്മെന്റ് ആയതുകൊണ്ട് ഈ സ്റ്റോക്ക് വീണ്ടും വീണ്ടും ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാനാണ് സാധ്യത. പക്ഷേ ഓൾറെഡി ഇപ്പോൾ ഇമ്മീഡിയറ്റ് ഈ ഒരു ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഷാർപ്പായുള്ള റിക്കവറി 2 ദിവസം കൊണ്ട് വന്നു. ഓൾമോസ്റ്റ് എനിക്ക് 35% അടുത്ത് റിട്ടേൺ നൽകി വന്നു. അപ്പോൾ അടുത്ത ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് ഈ കറക്ഷനിൽ മാത്രമായിരിക്കും നല്ലത്. ഒരു ഫൈനൽ വേർഡ് എന്താണ് മാർക്കറ്റിനെ കുറിച്ച്? ഫൈനൽ വേർഡ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 6000 മുകളിൽ നിഫ്റ്റി നിൽക്കുകയാണ്. മാർക്കറ്റിൽ ചെറിയ റിസ്ക് ഉണ്ട്. ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് 6090, 150 ആ ലെവൽ വരെ പോകാനുള്ള സ്ട്രെങ്ത് ഇപ്പോഴത്തെ ഒരു ബുള്ളിഷ് സോണിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. സ്ട്രെങ്ത് മാർക്കറ്റിനുണ്ട്, പക്ഷേ ഒരു കോഷ്യസ് അപ്രോച്ച് ആയിരിക്കാം നല്ലത്. പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ പോലും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ബാലൻസ് ഫണ്ട് ആയിരിക്കണം. ഒരു ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോഴത്തെ രീതിയിൽ അഡ്വൈസബിൾ അല്ല. അപ്പോൾ അടുത്തൊരു കറക്ഷൻ മാർക്കറ്റിൽ സംഭവിക്കുകയാണ് 5870 ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണാണ്. ആ ഒരു ലെവൽ മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ ആ ഒരു ലെവൽ വരെ വരാം. ഒരു വളരെ ഷാർപ്പായുള്ള ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 5750, 800 വരെ വരാം. പക്ഷേ Q3 റിസൾട്ട് ഈ ജനുവരിയുടെ മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് 2 ഫാക്ടേഴ്സാണ്. ഒന്ന് നമ്മളുടെ ഇന്ത്യൻ ഇക്കണോമിയിൽ നിന്ന് വരുന്ന Q3 റിസൾട്ട്. അതിനകത്ത് ഓരോ സെക്ടർ വൈസും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെന്റ് റിസൾട്ടിന് ശേഷം ഉണ്ടാകും. 11th ഇൻഫോസിസിന്റെ റിസൾട്ട് വരുന്നു. ആ സെക്ടർ ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യണമെന്ന് ഇൻഫോസിസിന്റെ റിസൾട്ട് തീരുമാനിക്കും. ദെൻ RBIയുടെ പോളിസിയാണ്. അതൊരു വലിയ ഡിസൈഡിങ് ഫാക്ടറാണ്. RBIയുടെ റേറ്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് തന്നെ ഡിസ്കൗണ്ടഡ് ആണ്. അതെ. അപ്പോൾ ഈ 2 ഫാക്ടേഴ്സാണ് മാർക്കറ്റ് ഏത് ലെവലിലേക്ക് പോകണമെന്ന് തീരുമാനിക്കും. ഈ 2 ഫാക്ടേഴ്സും അനുകൂലമായി വരികയാണെങ്കിൽ ചിലപ്പോൾ സനൽ നേരത്തെ പറഞ്ഞ 6350, 57 എന്ന് പറയുന്ന ലെവൽ ചിലപ്പോൾ ജനുവരി തന്നെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ ഒരു ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 6090 and 150 എന്ന് പറയുന്ന ആ ഒരു ഹഡിൽസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു ലെവലിലേക്ക് വരാം. നന്ദി ഭുവനേന്ദ്രൻ. മാർക്കറ്റ് ശുഭോദർക്കമായ വളരെ മികച്ച തുടക്കം തന്നു കഴിഞ്ഞു. ഈ വർഷം തന്നെ ഒരുപക്ഷെ സൂചികകൾ പുതിയ ഹൈറ്റ്സിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ SMS-കളിലും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിവിധ ബ്രോക്കിംഗ് കമ്പനികളുടേത് എന്ന അറിയപ്പെടുന്ന ബ്രോക്കിംഗ് കമ്പനികളുടേതല്ല, അത്ര അറിയപ്പെടാത്ത കമ്പനികളുടേതെന്ന പേരിൽ നമുക്ക് ധാരാളം SMS-കൾ വരുന്നുണ്ട്. പെന്നി സ്റ്റോക്സ് വാങ്ങുക. ഒരുപക്ഷെ ഈ ദിവസങ്ങളിലുള്ള മൂവ്മെന്റിൽ ഇത്തരം ചില്ലറ സ്റ്റോക്കുകൾ, പെന്നി സ്റ്റോക്കുകൾ, കടം കയറി മുടിഞ്ഞ ചില കമ്പനികൾ, ഇവരുടെ എല്ലാം ഓഹരികളിൽ ഒരു മൂവ്മെന്റ്, ഷാർപ്പായ മൂവ്മെന്റ് കാണുന്നുണ്ട്. നമുക്കറിയാം 2007-2008 കാലത്തിൽ കേരളത്തിലുള്ള നിക്ഷേപകർ ഇത്തരം ഓഹരികളിൽ പോയി കുടുങ്ങിയതാണ്. അതുകൊണ്ട് ഇതൊരു വാണിംഗ് ആയി തന്നെ എടുക്കുക. അത്തരം ഓഹരികൾ, കടം കയറി മുടിഞ്ഞ കമ്പനികൾ, അതുപോലെ തന്നെ പെന്നി സ്റ്റോക്സ്, 1 രൂപ 50 പൈസ ഇത്തരം ആ വിലകളുള്ള ഓഹരികൾ ഇതെല്ലാം ഒഴിവാക്കുക. ലാഭക്ഷമതയുള്ള മികച്ച മാനേജ്മെന്റുള്ള കമ്പനികൾ ഏത് സാഹചര്യത്തിലും, അത് അയാൾ പറഞ്ഞു അല്ലെങ്കിൽ SMS വന്നു, ഇത്തരം കാരണങ്ങളൊന്നും ഇനി നിങ്ങളെ രക്ഷിക്കില്ല. അതുകൊണ്ട് തീർച്ചയായും ശക്തമായ ലാഭക്ഷമതയുള്ള, കടം വളരെയധികം കുറവുള്ള, മികച്ച മാനേജ്മെന്റ് ഉള്ള കമ്പനികളിൽ മാത്രം നിക്ഷേപം നടത്തുക. ശരിയല്ലേ? തീർച്ചയായിട്ടും. ഇനി ഏതെങ്കിലും തരത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ investment@asianetnews.in മെയിൽ ചെയ്യുക. ഭുവനേന്ദ്രന്റെ മറുപടി നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.